എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വൈകിട്ട് എന്താ പരിപാടി എന്ന് പറയുമ്പോൾ ഞാൻ പഴം വറുക്കാൻ പോവാണ്, പഴംപൊരി ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ശിവനെ പറയുന്നുണ്ട് പഴംപൊരി ഉണ്ടാക്കണം എന്ന്. അപ്പോൾ എനിക്ക് പുറത്തുനിന്ന് പഴംപൊരി മേടിക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത ഒരാളാട്ടോ. കുറേ എണ്ണയൊക്കെ ഉണ്ടാവും, പിന്നെ ചുമ്മാ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ മാവ് എടുത്തിട്ടുണ്ട്, അതായത് മൈദ മാവിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം അരിപ്പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ മൈദ മാത്രം വെച്ചിട്ടാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് എള്ള് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ എള്ളും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ലേശം ടേസ്റ്റിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ മാവ് കൂട്ടാറ്. അപ്പോൾ പല ആൾക്കാരും പല രീതിയിലൊക്കെയാണ് ചെയ്യാറ്, എനിക്കറിയില്ല അത്. ഏറെക്കുറെ ആൾക്കാരും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടായിരിക്കും പഴം വറുക്കാറ്. അപ്പോൾ ഞാൻ എള്ള് അതുപോലെ തന്നെ ജീരകം ഇതൊക്കെ ഇടയ്ക്ക് അങ്ങനെ മാറ്റി മറിച്ചൊക്കെ ഇട്ടിട്ടാണ് പഴം വറുക്കാറ്. അതിന് ശേഷം പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല പഴുപ്പായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മേടിച്ചിട്ട് 1 കിലോ മേടിച്ച് 2 3 കഴിച്ചതിന് ശേഷം പിന്നെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ അങ്ങനെ തന്നെ വെച്ചപ്പോഴേക്കും നല്ല പഴുപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ശിവനെയാണെങ്കിൽ എന്നോട് പഴം വറുക്കാനായിട്ട് പറയുകയും ചെയ്ത്. അപ്പോൾ ശിവനെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഞാൻ പഴംപൊരിയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു തിരക്കിലൊക്കെയാണ്. അപ്പോൾ എല്ലാ പഴവും ഒരു പഴം തന്നെ ഞാനൊരു 7 8 പീസൊക്കെ ആക്കിയിട്ടാട്ടോ ഇടുന്നത്, കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട്. അപ്പോൾ ഒരുപാട് പഴംപൊരി നമുക്ക് കിട്ടും. അങ്ങനെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നല്ല മുരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വിപിൻ ചേട്ടൻ്റെ ചേട്ടൻ വന്നിട്ട് പിള്ളേരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരെ എടുക്കാൻ വേണ്ടി പോണ വഴിയിലാണ് ഞാൻ ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം കയറാത്തൊരു സ്ഥലത്തേക്ക് വിപിൻ ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോയത്. വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ഉള്ളിൽ തട്ടുകട കേട്ടോ. അപ്പോൾ തട്ടുകടയിൽ ഈ തട്ടുകടയിൽ മാത്രം ഇതേവരെ ഞാൻ വന്നിട്ടില്ല. അപ്പോൾ വിപിൻ ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വിപിൻ ചേട്ടൻ പോട്ടിയും കപ്പയും കഴിച്ചു, ഞാൻ മുട്ടയും കപ്പയും കഴിച്ചു. അപ്പോൾ തിരിച്ച് നമ്മളത് കുറേ നേരത്തേക്ക് വന്നതാട്ടോ. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന സമയത്താണ് കൊട്ടും ബഹളവും പാട്ടൊക്കെ കേട്ടത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയി നോക്കിയപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനൊരു ക്ലബിൻ്റെ എന്തോ പരിപാടി നടക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് എനിക്ക് ഒരു 5 മിനിറ്റോളമൊക്കെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മളത് സിനിമ കാണാൻ വേണ്ടിയിട്ട് ചെമ്പകശ്ശേരിയിലേക്കാണ് പോയത് നേരെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചത്ത പച്ച സിനിമയാണ് കണ്ടത്, പൊട്ട ഫിലിമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ